മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ പല ജോലികളും നമുക്ക് എളുപ്പമായി തീരുകയും ചെയ്യും. പാഴാക്കി കളയുന്ന പല സാധനങ്ങളും നമുക്ക് ഉപയോഗപ്രദമാക്കാനും സാധിക്കും. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മത്തി ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന്റെ ഉളുമ്പുനാറ്റമാണ് മെയിൻ പ്രശ്നം. ഇതിന്റെ ഉളുമ്പ് പെട്ടെന്ന് മാറാനുള്ള ഒരു ടിപ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു അളവിൽ മാത്രമേ മത്തി ഉള്ളതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ എത്രത്തോളം മത്തി ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ പൊടി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ച ശേഷം ഒന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉളുമ്പെല്ലാം പെട്ടെന്ന് തന്നെ പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ മത്തി വെളുത്ത് കിട്ടിയിട്ടുണ്ട്. മീനൊക്കെ വെട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഉളുമ്പുനാറ്റം മാറുന്നതിന് വേണ്ടിയിട്ട് ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. സോപ്പൊക്കെ അലർജി ഉള്ളവർക്കാണെങ്കിൽ ഇത് വളരെയധികം പ്രയോജനം നൽകും. ലേശ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കയ്യിലോട്ട്. എന്നിട്ട് 2 കയ്യിലും ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഈ കോഫി പൗഡർ. അതിനുശേഷം നമ്മളൊന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ ആ മീനിന്റെ സ്മെല്ല് ഒട്ടും തന്നെ കാണുകയില്ല. ഗ്ലാസ് ടൈപ്പ് ബോട്ടിലൊക്കെ കാണുമ്പോൾ എന്നെ പോലെ തന്നെ വീട്ടമ്മമാരായ നമ്മളെല്ലാവരും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിന്റെ സ്റ്റിക്കർ ഇളകി കളഞ്ഞാലും ചിലപ്പോൾ അതിന്റെ പശയൊക്കെ അതിൽ പിടിച്ചിരുന്നിട്ട് ആകെ വൃത്തികേടായിരിക്കും ബോട്ടിൽ കാണാനായിട്ട്. എന്നാൽ ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് സാധനം ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന്റെ ഈ സ്റ്റിക്കറുള്ള പശയൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് മാറ്റിയാലോ. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ഈ ബൗളിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവ രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അത് ഈ ബോട്ടിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ ഈ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാൻ പറ്റും ആ പശയെല്ലാം ഇളകി പോകുന്നതായിട്ട്. തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് മുഴുവനും ഞാൻ ഈ ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം വേണം നമ്മൾ കഴുകി എടുക്കാനായിട്ട്. ബോട്ടിൽ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തുടച്ചും കൂടെ കാണിച്ചു തരാം. നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് സാധനങ്ങൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്താലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ പശയെല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ബോട്ടിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. വളരെയധികം പ്രയോജനപ്പെടും ഈ ഒരു ടിപ്സ് നിങ്ങൾക്കും. കുഞ്ഞുമക്കളൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ സ്വിച്ച് ബോർഡിന്റെ താഴെ ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും, അഴുക്കൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന കാണാം. അതുപോലെ തന്നെയാണ് എൻ്റെ സ്വിച്ച് ബോർഡിന്റെ താഴെയും ആകെ ചെള്ളി പിടിച്ചിരിക്കുകയാണ്. അത് കയറി വരുന്ന ഭാഗത്തായതുകൊണ്ട് ഭയങ്കര വൃത്തികേട് തന്നെയാണ്. ഇതൊന്നും നമുക്ക് നീറ്റാക്കി എടുത്താലോ. ഒരു ബൗളിലോട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ബ്രഷ് ഒന്ന് ചെറുതായിട്ട് നനച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചെറിയ രീതിയിൽ ഒന്ന് നനച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പേസ്റ്റ് ആണ്. വൈറ്റ് കളറിലെ കോൾഗേറ്റിന്റെ പേസ്റ്റ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അഴുക്ക് പിടിച്ചിരിക്കുന്ന ഭാഗത്തെല്ലാം ഈ പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ സോപ്പ് കൊണ്ട് പലപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ പെയിന്റും കൂടെയാണ് ഇളകി പോകുന്നത്. എന്നാൽ ഈ ഒരു രീതി നമ്മൾ പേസ്റ്റ് കൊണ്ട് ക്ലീൻ ചെയ്ത സമയത്ത് ആ അഴുക്ക് മാത്രമേ പോകത്തുള്ളൂ, പെയിന്റ് ഒന്നും ഇളകി പോകുകയില്ല. പേസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം നനഞ്ഞ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ നമുക്ക് അഴുക്ക് പോയി കിട്ടും, പെയിന്റ് ഒന്നും ഇളകി പോകുകയില്ല. വോളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തതുപോലെ ഈ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വിച്ച് ബോർഡും ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ച് വേണം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. കറണ്ടിന്റെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് അതൊന്ന് കെയർ ചെയ്ത് ക്ലീൻ ചെയ്തെടുത്താൽ മതി. വോളിപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ അഴുക്കെല്ലാം പോയി പെയിന്റ് ഒന്നും ഇളകി പോകാതെ തന്നെ നല്ല നീറ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.